നാളെ മുതൽ നമ്മുടെ മേടവിഷു മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ചത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ആദിത്യവർമ്മ തമ്പുരാൻ അവர்களാണ് ഭദ്രദീപ പ്രകാശനം നടത്തിയത്. യജ്ഞാചാര്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽ അവர்களுടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇന്ന് 7 ദിവസം പിന്നിടുകയാണ്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി യജ്ഞ സമർപ്പണം ഉണ്ടാകും. ക്ഷേത്രം തന്ത്രി വെട്ടിക്കവല കോക്കുളത്തു മഠത്തിൽ ബ്രഹ്മശ്രീ മാധവരു ശംഭു പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആചാര്യവർണ്ണത്തോടുകൂടിയാണ് ഈ വർഷത്തെ മേടവിഷു മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. 7 ദിവസത്തെ വിശേഷാൽ പൂജകളാണുള്ളത്. 13-ാം തീയതി വൈകുന്നേരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ ആനയായ തൃക്കടവൂർ ശിവരാജുവിന്റെ നേതൃത്വത്തിലാണ് ഭഗവാന്റെ പൊൻതിടമ്പേറ്റുന്നത്. എഴുന്നള്ളത്ത് ഘോഷയാത്ര വൈകുന്നേരം 5 മണിക്ക് ഉണ്ടാകും. അതിനോടനുബന്ധിച്ച് ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ചിരകാല സ്വപ്നമായിരുന്ന പടിഞ്ഞാറേ നടയിലെ ഗോപുരം അഞ്ചൽ ശബരിഗിരി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ VK ജയകുമാർ അവർ ഏകദേശം 50 ലക്ഷത്തോളം രൂപ മുടക്കി അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 13-ാം തീയതി വൈകുന്നേരത്ത് ആരാധ്യനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ VK പ്രശാന്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. തുടർന്ന് വിഷുക്കണി, അതായത് ഏപ്രിൽ മാസം 14-ാം തീയതി 4 മണി മുതൽ വിഷുക്കണി ദർശനം ഉണ്ടായിരിക്കും. 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഈ വിഷുക്കണി ദർശനത്തിനായി എത്തുന്നത്. അവർക്ക് വേണ്ട ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര ഉപദേശക സമിതിയും അഖില ഭാരത അയ്യപ്പ സേവാ സംഘം, ക്ഷേത്ര സംരക്ഷണ സമിതി, അതുപോലെ തന്നെ ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ വകയായിട്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 18-ാം തീയതി വൈകുന്നേരം ക്ഷേത്രത്തിലെ വലിയ വീട്ടിൽ കാവിലെ പൂജയാണ്. അന്ന് വൈകുന്നേരം 8 മണിയോടുകൂടി ആശുകൊട്ടി ഈ വർഷത്തെ മേടവിഷു മഹോത്സവത്തിന് സമാപ്തി കുറിക്കുന്നതായിരിക്കും. കർഷകന്റെ വർഗത്തിൽപ്പെട്ട ഓരോ പാമ്പിനെയും ഞാൻ വെച്ചിട്ടില്ല എന്ന് ചിന്തിച്ചു. പരീക്ഷിത്തിന്റെ മകനായ ജനമേജയ മഹോന്നതമായ ഒരു സർപ്പസത്രം നടത്തി. 12 തിരുമേനിമാർ 12 ദിവസം ഇരുന്നു ഈ ഉരകവർഗത്തെ മുഴുവൻ തീയിൽ വരുത്തി തീർന്നു. അച്ഛനുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണ്. ഒരുത്തന്റെ അച്ഛനുള്ള സ്നേഹം കൊണ്ടാണ് എൻ്റെ അച്ഛനെ തക്ഷകൻ കടിച്ചു കൊല്ലട്ടെ എന്ന് പറഞ്ഞതെങ്കിൽ അവനെ ഉൾപ്പെടെ തക്ഷകനെ ഉൾപ്പെടെ എൻ്റെ കൊട്ടാരത്തിലെ യാഗാഗ്നിയിൽ ഞാൻ മരിക്കും. സർപ്പസത്രം തുടങ്ങി 3 ദിവസമായി. പാവപ്പെട്ട കുറെ സർപ്പങ്ങളൊക്കെ അതിനകത്ത് വന്ന് വീണതല്ലാതെ തക്ഷകൻ വന്നില്ല. CCTV-യിലൂടെ ഇതെല്ലാം ചക്രവർത്തിയായി ഇരുന്നു കൊണ്ട് നിരീക്ഷിച്ച ജനമേജയ ബ്രാഹ്മണന്മാരുടെ മുന്നിൽ വന്ന് ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്തോന്ന് ഹോമമാണ് ചെയ്യുന്നത്? തക്ഷകൻ എവിടെ? അവർ പറഞ്ഞു, ഞങ്ങളുടെ ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ പണ്ട് തോന്നിയ ഒരു ദേഷ്യമാണല്ലോ തക്ഷകൻ കടിക്കുന്നതിന് കാരണമായ. നിങ്ങൾ ക്ഷമിക്കൂ. അച്ഛന്റെ അനുഭവം കൊണ്ട് നിങ്ങൾക്ക് ക്ഷമ എന്ന ഒരു സമ്പത്ത് കിട്ടിയില്ലല്ലോ മുനീശ്വര. ഞങ്ങൾ എന്ത് ചെയ്യാനാ? തക്ഷകൻ പോയി ദേവേന്ദ്രന്റെ അടുക്കൽ നിൽക്കുന്നു. ഉടനെ ജനമേജയ ആ ദേവേന്ദ്രനെ കൂടെ ഹോമിക്കണോ? തിരുമേനിമാർ പറഞ്ഞു, അങ്ങനെ ഇത്ര ജ്ഞാനം ഒരച്ഛന്റെ കൂടെ ഇത്രയും പൂർണ്ണമാക്കണം. അങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക് കേരള സിനിമ ന്യൂസ്.